ഹലോ ഓൾ, നമ്മളിന്ന് നോക്കുന്നത് 10th സ്റ്റാൻഡേർഡിലെ 6th ചാപ്റ്റർ ആയിട്ടുള്ള ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സോ മാത്തമാറ്റിക്സിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ച് ആണ് ട്രിഗ്നോമെട്രി എന്ന് നമുക്ക് പറയാൻ കഴിയും. സോ ഇതിലാദ്യം നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി പോകേണ്ടതായിട്ടുണ്ട്. സോ അതിലാദ്യമായിട്ട് എന്താണ് ഒരു റൈറ്റ് ട്രയാങ്കിൾ? ഒരു റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിട്ടുള്ള ട്രയാങ്കിൾസിനെ പറയുന്ന പേരാണ് റൈറ്റ് ട്രയാങ്കിൾസ്. സോ ഇതിൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡായിരിക്കും ഇതിലെ ഏറ്റവും വലിയ സൈഡ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയും. ആൻഡ് മറ്റ് രണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയുന്നത് ബേസും ആൾട്ടിറ്റ്യൂഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആൻഡ് ഇതാണ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിട്ടുള്ള ട്രയാങ്കിൾസിനെ പറയുന്ന പേരാണ് റൈറ്റ് ട്രയാങ്കിൾസ്. ആൻഡ് വാട്ട് ഇസ് ഐസോസിലസ് ട്രയാങ്കിൾ? ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡ്സിൻ്റെ ലെങ്ത്ത് സെയിം ആയിട്ട് വരുന്ന, അതായത് രണ്ട് സൈഡ്സിൻ്റെ ലെങ്ത്ത് സെയിം ആണെങ്കിൽ രണ്ട് ആംഗിൾസും രണ്ട് ബേസ് ആംഗിൾസും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത്തരത്തിലുള്ള ട്രയാങ്കിൾസിനെ പറയുന്ന പേരാണ് ഐസോസിലസ് ട്രയാങ്കിൾ. ഇതിൽ ഈ ഒരു ട്രയാങ്കിളിൽ ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾസ്, അതായത് ഇപ്പോൾ ഒരു ട്രയാങ്കിൾ എ ബി സി ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആംഗിൾ എ 90 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആയിരിക്കും. ബിക്കോസ് ഈ രണ്ട് സൈഡ്സും 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ ഈച്ചാണ്. സോ ഈ ആംഗിൾ ബിയും ആംഗിൾ സി എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ഐസോസിലസ് ട്രയാങ്കിൾ. ഇനി നമ്മൾ പഠിക്കുന്ന മറ്റൊരു തിയറമാണ് പൈത്തഗോറസ് തിയറം. അതായത് റൈറ്റ് ട്രയാങ്കിൾസിലെ 3 സൈഡ്സിനെയും നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു തിയറമാണ് പൈത്തഗോറസ് തിയറം. അത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇതാണ് പൈത്തഗോറസ് തിയറം പ്രകാരം പൈത്തഗോറസ് തിയറം പറയുന്നത് ഇതാണ്. ഇനി നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, സോ ഇതൊരു ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ എ ബി സി എന്ന പേര് കൊടുക്കുന്നു. ആംഗിൾ എ 90 ഡിഗ്രിയാണ്, ആംഗിൾ ബി എന്ന് പറയുന്നത് 45 ഡിഗ്രി ആൻഡ് ദിസ് ഇസ് ഓൾസോ 45 ഡിഗ്രി. എ ബി എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണെന്ന് എടുക്കുന്നു. എ സിയും 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ബി സിയുടെ ലെങ്ത് എത്രയാണ് എന്ന് നമുക്ക് കണ്ടെത്തണം. ഓക്കെ, സോ ബി സി സ്ക്വയർ നമുക്ക് അറിയാവുന്ന പൈത്തഗോറസ് തിയറം പ്രകാരം ഹൈപ്പോട്ടന്യൂസ് ആണ് ബി സി എന്ന് പറയുന്നത്. സോ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇതാണ് നമ്മുടെ പൈത്തഗോറസ് തിയറം. പൈത്തഗോറസ് തിയറം ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ബേസ് എന്ന് പറയുന്നത് 1 ആണ്, 1 സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് ഇസ് ഓൾസോ 1 സ്ക്വയർ. സോ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2. ബി സി സ്ക്വയർ 2 ആണെങ്കിൽ ബി സി ഈക്വൽ ടു √2 ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് √2 സെൻറ്റിമീറ്റർ ആണ് ഈ ബി സി എന്ന് പറയുന്ന സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഐസോസിലസ് പൈത്തഗോറസ് തിയറം ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇത്തരത്തിൽ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് 90 ഡിഗ്രി 45 ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1:√2 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, അതായത് ഷോർട്ടർ സൈഡ്സിൻ്റെ ലെങ്ത്ത് ഈക്വലും ആ ഷോർട്ടർ സൈഡിൻ്റെ ലെങ്ത്തിൻ്റെ √2 ടൈംസ് ആയിരിക്കും ഹൈപ്പോട്ടന്യൂസിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതിപ്പോൾ ഒരു 2 സെൻറ്റിമീറ്റർ ആണെന്ന് കരുതാം. ഇതും 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 2√2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഇൻ എനി ട്രയാങ്കിൾ വിത്ത് ആംഗിൾസ് 45 ഡിഗ്രി 90 ഡിഗ്രി ബോത്ത് ദ ഷോർട്ടർ സൈഡ്സ് ഹാവ് ദ സെയിം ലെങ്ത് ആൻഡ് ദ ലെങ്ത് ഓഫ് ദി ലോങ്ങസ്റ്റ് സൈഡ് ഇസ് √2 ടൈംസ് ദിസ് ലെങ്ത്. അതായത് 45 90 ഡിഗ്രി വരുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിൽ ചെറിയ രണ്ട് സൈഡ്സിൻ്റെ ലെങ്ത്ത് ഈക്വലും അതുപോലെ ഹൈപ്പോട്ടന്യൂസിൻ്റെ ലെങ്ത്ത്, അതായത് ഏറ്റവും വലിയ സൈഡിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ ചെറിയ സൈഡിൻ്റെ ലെങ്ത്തിൻ്റെ √2 ടൈംസും ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യം പഠിക്കുന്ന റിസൾട്ട്. ഹലോ, മുമ്പ് പഠിച്ചതിന് സിമിലർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഇനി ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ തന്നിരിക്കുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിളാണ്. ഇതിൽ മുമ്പിലെ ക്വസ്റ്റ്യനിലെ പോലെ 45 ഡിഗ്രി അല്ല ബേസ് ആംഗിൾസ് വന്നിരിക്കുന്നത്, 60യും 30 ഡിഗ്രിയുമാണ്. സോ ഈ തന്നിരിക്കുന്ന ട്രയാങ്കിളിൽ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് 1 സെൻറ്റിമീറ്റർ ആണെന്നറിയാം. we have to calculate the length of other two sides. ബാക്കി രണ്ട് സൈഡ്സിൻ്റെ ലെങ്ത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം.
അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ തന്നെ ഉള്ള ഒരു ട്രയാങ്കിൾ മറ്റൊരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡിലേക്ക് അഡ്ജോയിൻ ചെയ്ത് വെക്കും. അങ്ങനെ അഡ്ജോയിൻ ചെയ്ത് വെച്ചതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ട്രയാങ്കിൾ BCD എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ട്രയാങ്കിളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ കിട്ടിയിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. കാരണം ഇതും 60 ഡിഗ്രിയാണ്, ഇതും 60 ഡിഗ്രിയാണ്. ഇവിടെ 30 ഡിഗ്രി, നമ്മളിനി ഇവിടെ കൊണ്ടുവന്ന് അഡ്ജോയിൻ ചെയ്യുന്ന ട്രയാങ്കിളിൻ്റെ ആംഗിളും 30 ആണ്. സോ 30 + 30 60 ഡിഗ്രി. സോ BCD എന്ന് പറയുന്നത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളാണ്. ഓക്കെ, BCD എന്ന് പറയുന്നത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളാണ്. ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ പ്രത്യേകത എന്തായിരിക്കും നമുക്കറിയാം. ഇത് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഒബ്വിയസ്ലി ഈ സൈഡും AB 1 സെൻറ്റിമീറ്റർ ആണ്. സോ ADയും 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. ടോട്ടൽ BD എന്ന് പറയുന്ന സൈഡ് 2 സെൻറ്റിമീറ്റർ കിട്ടി. അങ്ങനെയാണെങ്കിൽ BCയും 2 ആണ്, DCയും 2 ആണ്. സോ ഇവിടെ ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് AB എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ, BC എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് AC കണ്ടെത്താൻ കഴിയും. AC എന്ന് പറയുന്നത് ഇതിൻ്റെ ആൾട്ടിറ്റ്യൂഡാണ്. സോ AC² അതായത് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഓക്കെ, സോ ഹൈപ്പോട്ടിന്യൂസിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2² - 1² 4 - 1 3. ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 3 ആണെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് എത്രയായിരിക്കും? √3 ആയിരിക്കും. സോ AC² = 3, ദെൻ AC = √3. സോ നമുക്കിവിടെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് √3 ആണെന്ന് കിട്ടി. സോ ഇത്തരത്തിലൊരു ട്രയാങ്കിൾ, അതായത് ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് 30, 60, 90 ആണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡ്സിന് തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, in any triangle with angles 30 degree, 60 degree, 90 degree, the length of the longest side is 2 times the length of the shortest side. അതായത് ഈ റൈറ്റ് ട്രയാങ്കിളിൽ ഷോർട്ടസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണോ അതാണ് ഇതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് സൈഡ്. ABC ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ AB ആണ് ഏറ്റവും ഷോർട്ടസ്റ്റ് സൈഡ്. ഏറ്റവും ചെറിയ ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്നതാണ് ചെറിയ സൈഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആ സൈഡിൻ്റെ ലെങ്ത്ത് ഈ സൈഡിൻ്റെ ലെങ്ത്തിൻ്റെ ഡബിൾ ആയിരിക്കും ഇതിലേറ്റവും വലിയ സൈഡിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഇതിലേറ്റവും വലിയ സൈഡ് എന്ന് പറയുന്നത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ്, അതായത് BC ആയിരിക്കും അല്ലേ. അതായത് AB എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ BC എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ABയുടെ ഡബിൾ ആയിരിക്കും BC എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആൻഡ് ദ ലെങ്ത് ഓഫ് ദി സൈഡ് ഓഫ് ദി മീഡിയം സൈസ് √3 times the length of the shortest. ഇനി മീഡിയം സൈസുള്ള സൈഡ് എന്ന് പറയുന്നത് 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡാണ്. സോ ഈ സൈഡ് എന്ന് പറയുന്നത് ഏറ്റവും ഷോർട്ടസ്റ്റ് സൈഡിൻ്റെ √3 times ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ 1 സെൻറ്റിമീറ്റർ ആണ് AB എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് സൈഡ്. സോ ഈ 1ൻ്റെ √3 times എന്ന് പറയുന്നത് √3 സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും ഈ മീഡിയം സൈസ് ലെങ്ത് ഉള്ള ട്രയാങ്കിളിൻ്റെ സൈഡ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്ന കൺസെപ്റ്റ്. ഇനി ഫോർ എക്സാമ്പിൾ അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇവിടെ തന്നിരിക്കുന്നതിൽ PQR എന്ന് പറയുന്ന ട്രയാങ്കിളിൽ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റുള്ള, അതായത് ഇവിടുത്തെ ഏറ്റവും ഷോർട്ടസ്റ്റ് സൈഡിൻ്റെ ലെങ്ത്ത് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ബാക്കി 2 സൈഡ്സിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ചെറിയ സൈഡ്സിൻ്റെ ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് എന്ന് പറയുന്നത് 30, 60, 90 ആയതുകൊണ്ട് 30യുടെ ഡബിൾ ആയിരിക്കും ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. സോ ഇത് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി മീഡിയം സൈസുള്ള സൈഡ് എന്ന് പറയുന്നത് ഈ ഷോർട്ടസ്റ്റ് സൈഡിൻ്റെ √3 times, ദാറ്റ് മീൻസ് 2√3 ആയിരിക്കും ഇതിൻ്റെ ഷോർട്ടസ്റ്റ് മീഡിയം സൈസുള്ള സൈഡ് എന്ന് പറയുന്നത്. ഇതാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്ന റിസൾട്ട്. ഓക്കെ, ഇനി അടുത്ത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. An equilateral triangle is to be made by cutting a rectangular board and rearranging the piece shown as shown. The sides of the triangle must be 50 cm each. What should be the lengths of sides of the rectangle? അതായത് നമുക്കിവിടെ ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. ഈ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ വൈസ് കട്ട് ചെയ്ത് ഇതിനെ തിരിച്ച് വെച്ച് ഇങ്ങനൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്.
ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത്ത് 50 സെൻറ്റിമീറ്റർ ഈച്ച് ആയിരിക്കണം. ഓക്കെ, സോ ഇത് 50 സെൻറ്റിമീറ്റർ ഈച്ച് ആവാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണ് എന്ന് നമുക്ക് കണ്ടെത്തണം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ റെക്റ്റാങ്കിൾ കട്ട് ചെയ്തിട്ടുണ്ട്, റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ട്രയാങ്കിളിൻ്റെ ലെങ്ത്ത് 50 സെൻറ്റിമീറ്റർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന ആ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത്ത് എത്രയായിരിക്കണം? അത് 50 സെൻറ്റിമീറ്റർ ആയിരിക്കണം അല്ലേ. ഇനി നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് 60 ഡിഗ്രി, ഇതും 60 ഡിഗ്രി ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കട്ട് ചെയ്തെടുക്കുന്ന ഈ പോർഷനിൽ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? ഇത് 60 ഡിഗ്രി ആയിരിക്കും. ആൻഡ് ദിസ് ആംഗിൾ എത്രയായിരിക്കും? അത് 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ സൈഡ്സ് കിട്ടിയില്ലേ, ആംഗിൾസ് കിട്ടിയില്ലേ? 30, 60, 90 ആണ് ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് 50 ആണെങ്കിൽ ഈ 50യുടെ പകുതി ആയിരിക്കുമല്ലോ ഏറ്റവും ഷോർട്ടസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് അല്ലേ. സോ 50യുടെ പകുതി എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ. ഇനി ഈ മീഡിയം സൈസുള്ള സൈഡ്, ഈ സൈഡ് എന്ന് പറയുന്നത് ഈ ഷോർട്ടസ്റ്റ് സൈഡിൻ്റെ ലെങ്ത്തിൻ്റെ √3 ടൈംസ്, ദാറ്റ് മീൻസ് 25 √3 ആയിരിക്കും ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ ഇത്രയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ സൈഡ്സിൻ്റെ ലെങ്ത്തും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ എടുക്കുക. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പകുതി ആയിരിക്കും 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എന്ന് പറയുന്നത്, സൈഡിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഇനി മീഡിയം സൈസ് എന്ന് പറയുന്നത് ഈ ഷോർട്ടസ്റ്റ് സൈഡിൻ്റെ √3 ടൈംസ് ആയിരിക്കും മീഡിയം സൈസുള്ള സൈഡിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഇതാണ് അടുത്തതായിട്ട് അവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ബിലോ? ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടെത്തണം. ആകെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഇതൊരു ഐസോസിലസ് ട്രയാങ്കിളാണ്. 4 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, ഒരു ആംഗിൾ 120 ഡിഗ്രി. ഇത്ര മാത്രം ഡീറ്റെയിൽസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് നോക്കാം. 4 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 120 ഡിഗ്രി. ഓക്കെ, സോ ഇതിൽ ഇത് ഒരു ഐസോസിലസ് ട്രയാങ്കിളാണ്. അടുത്തതായിട്ട് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ബിലോ? ഈ തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടെത്തണം. ഇവിടെ 4 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ ലെങ്ത്താണ് രണ്ട് സൈഡ്സിന് തന്നിരിക്കുന്നത്. ഒരു ആംഗിൾ 120 ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ബേസ് ആംഗിൾസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. സോ ഇത് 30 ഡിഗ്രി 30 ഡിഗ്രി ഈച്ച് ആയിരിക്കും ഉണ്ടാവുന്നത്. സോ ഇതിൻ്റെ ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇക്വേഷൻ എന്തായിരുന്നു? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് നമ്മുടെ ഇക്വേഷൻ. സോ നമുക്കിവിടെ ബേസും കണ്ടെത്തണം, ഹൈറ്റും കണ്ടെത്തണം. സോ ഇവിടെ ഞാൻ ഹൈറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹൈറ്റിനെ D ആയിട്ട് മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് 90 ഡിഗ്രി, ഈ 120 ഡിഗ്രീനെ സ്പ്ലിറ്റ് ചെയ്ത് 60 ഡിഗ്രി ആയിട്ട് അത് മാറും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആംഗിൾസ് 30, 60, 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആയിക്കഴിഞ്ഞു. അപ്പോൾ സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ. സൈഡ്സിൻ്റെ റേഷ്യോ എത്രയായിരിക്കും? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ പകുതിയായിരിക്കും. സോ DC എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്കിവിടെ ഹൈറ്റ് കിട്ടി, എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി. ഇനി 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എന്ന് പറയുന്നത്, ദാറ്റ് മീൻസ് AD എന്ന് പറയുന്നത് ഈ ഷോർട്ടസ്റ്റ് സൈഡിൻ്റെ √3 ടൈംസ് ആണ്. സോ അതെത്രയാണ്? 2√3 ആയിരിക്കും. ഓക്കെ, സോ AD ആണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? 2√3 എന്ന് കിട്ടിയിരിക്കുന്നത്. പക്ഷേ AD 2√3 കിട്ടിയതുകൊണ്ട് പോരാ, നമുക്ക് ബേസ് ആണ് വേണ്ടത്. ഈ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ബേസ് എന്ന് പറയുന്നത് AB ആണ്. AB എന്ന് പറയുന്നത് എത്രയാണ്? ADയുടെ ഡബിൾ അല്ലേ AB എന്ന് പറയുന്നത്. സോ 2√3 + 2√3 =
4√3 ആണ് ഇതിൻ്റെ ബേസ് ആയിട്ട് വരുന്നത്. സോ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 4√3 ഇൻറ്റു 2 get cancelled. So answer is 4√3 cm². ഇതായിരിക്കും ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ.